ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൽ നടത്തുന്ന തൃശ്ശൂർ നാലമ്പല ദർശനത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. തീർത്ഥാടന യാത്ര 2023 നാലമ്പല ദർശനം. അത് തൃശ്ശൂർ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് KSRTC മെയിനായിട്ട് നാലമ്പല ദർശനം 2023 ഇത്തവണ നടത്തുന്നത്. അതിൽ കോട്ടയം നാലമ്പലം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. കോട്ടയത്തുള്ള നാലമ്പലങ്ങളിലേക്ക് KSRTC സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ നാലമ്പലത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ണൂർ നാലമ്പലമാണ് ഉള്ളത്. അത് ഞാൻ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് അടുത്ത സ്ട്രെച്ചിൽ ആ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. തൃശ്ശൂർ നാലമ്പലം നമ്മൾ കഴിഞ്ഞ തവണയും എനിക്ക് തോന്നുന്നു KSRTC നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമായിരിക്കും. അപ്പം ഞാൻ ഈ ബ്രൗഷർ KSRTC തന്നെ അവരുടെ പബ്ലിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രൗഷറിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രൗഷർ വ്യൂ ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പോവാം. നാലമ്പല ദർശനം തീർത്ഥാടന യാത്ര 2023 എന്നുള്ള ടാഗ് ലൈനിലാണ് KSRTC ഇത്തവണ നാലമ്പല ദർശനം നടത്തുന്നത്. അപ്പോൾ നാലമ്പല ദർശനം കേരളത്തിലെ 4 ജില്ലകളിലെ നാലമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, കോട്ടയം, മലപ്പുറം, എറണാകുളം എന്നീ ജില്ലകളാണ് ഇവ. അപ്പോൾ അതിൽ 4 അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ 4 രാമായണത്തിലുള്ള 4 ശ്രീരാമൻ, ശ്രീലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവരെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലേക്കാണ് ഈ ഒരു യാത്ര KSRTC സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ നാലമ്പലങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. തൃശ്ശൂർ ജില്ലയിലുള്ള 4 അമ്പലങ്ങൾ എന്ന് പറയുന്നത് തൃപ്രയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. ഈ 4 അമ്പലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലെ 4 അമ്പലങ്ങളിൽ KSRTC ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഫോട്ടോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും മധ്യമായിട്ടാണ് ഈ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഈ അമ്പലം ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് യാത്ര ചെയ്ത് ആദ്യം പോകുന്നത് ആ അമ്പലത്തിലേക്കായിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് പോകുന്നത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. കൂടൽമാണിക്യ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ചാലക്കുടിക്ക് അടുത്തായിട്ടാണ് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലാണ് കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിനെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളെല്ലാം നിലവിലുണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് റൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബ്രൗഷർ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബ്രൗഷർ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക. മൂന്നാമത് പോകുന്നത് തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഇത് സ്ഥിതി ചെയ്യുന്നത് മാളയ്ക്കും ആലുവയ്ക്കും ഇടയ്ക്കായിട്ടാണ്. മാളയിൽ നിന്ന് ആലുവയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം പോകുന്ന അമ്പലമാണ് പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. അതിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം ആക്രമണത്തിന് ഇരയായെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ ഒരു ബ്രൗഷറിൻ്റെ ഈ ഒരു പേജിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് KSRTC പോകുന്ന ആ ഒരു റൂട്ട് മാപ്പ്, അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഉൾപ്പെടെ ആ ഒരു റൂട്ട് മാപ്പ് KSRTC ഈ ബ്രൗഷറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ആ യാത്ര ചാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്ലൈഡിൽ നാലമ്പലത്തിൻ്റെ സമയക്രമങ്ങൾ പറയുന്നുണ്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം രാവിലെ 3:30 നട തുറക്കും. 7:30 മുതൽ 10 വരെ മറ്റു പൂജകൾക്കായി നട അടയ്ക്കാറില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കും. അതാണ് തൃപ്രയാറിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെ 3:30 നട തുറക്കും. ഉച്ചയ്ക്ക് 11 മണിക്ക് നട അടയ്ക്കും.
അതുപോലെ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെ 5-ന് നട തുറക്കും, ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കും. പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെ 5 മണിക്ക് നട തുറക്കും, വൈകുന്നേരം ഉച്ചയ്ക്ക് 1:30 നട അടയ്ക്കും. ഇതുപോലെ വൈകുന്നേരങ്ങളിലും ദർശന സമയങ്ങളുണ്ട്. തൃപ്രയാറിലാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൈകുന്നേരം 4:30 നട തുറന്ന് രാത്രി 8 മണിക്ക് നട അടയ്ക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലാണെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൽ വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. പായമ്മൽ ക്ഷേത്രത്തിൽ വൈകുന്നേരം 4:30 നട തുറന്ന് രാത്രി 9 മണിക്ക് നട അടയ്ക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും KSRTC ആ ബ്രൗഷറിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബുക്കിംഗ് ചെയ്യേണ്ട നമ്പേഴ്സ് KSRTC ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബ്രൗഷറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിപ്പോയിലും നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആപ്റ്റായിട്ടുള്ള നമ്പർ തന്നെ KSRTC അവരുടെ ഡിപ്പോയിലുള്ള ലാൻഡ് ഫോൺ നമ്പർ അല്ല, പകരം ഓരോ ഡിപ്പോയിലും അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ബുക്കിംഗ് സ്വീകരിക്കുന്ന ആളുടെ നമ്പർ തന്നെ KSRTC ഈ ബ്രൗഷറിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ആ ഒരു ഓർഡറിലാണ് ആ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഡിപ്പോ ആണോ നമുക്ക് തൊട്ടടുത്തുള്ളത് ആ ഡിപ്പോയുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വിളിക്കാൻ എളുപ്പത്തിനാണ് ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനകത്ത് നമ്പറുകളെല്ലാം KSRTC അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പോകളുടെയും നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ വിളിച്ച് ഉള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. പിന്നെ KSRTCയുടെ ടൂറിസം യാത്രകളിലെ കുറിച്ച് പറയുന്ന നമ്മുടെ നിർദ്ദേശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ മാപ്പ് ലിങ്ക് അതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും നമ്മളെടുത്തിട്ടുള്ള ഫോട്ടോസും പിന്നെ നമ്മുടെ ആ ഒരു യാത്രയെക്കുറിച്ചുള്ള റിവ്യൂസും എല്ലാം അതിനകത്ത് ഷെയർ ചെയ്യാം. പിന്നെ ഒരു ചാറ്റ് ബോർഡ് ലിങ്കും KSRTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ചാറ്റ് ബോട്ടുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. KSRTCയുടെ മറ്റുള്ള യാത്രകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോട്ടുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ടൂർ ട്രിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ക്ലിക്കബിൾ ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ചാറ്റ് ബോട്ടിന്റെ ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലെല്ലാം ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മിക്കവാറും ഉള്ള കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, KSRTC അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസായിട്ടും റീൽസും ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്ഡേറ്റ്സ്. യൂട്യൂബിനകത്ത് വീഡിയോസ് വരുന്നുണ്ട്. ട്വിറ്ററിലും ഡെയിലി ഹണ്ടിലും വാട്സാപ്പിലും KSRTC ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ഫോളോ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ പബ്ലിക് ഡൊമൈൻസ് എല്ലാം KSRTCയുടെ ഒഫീഷ്യൽ പേജസ് എല്ലാം നമ്മളൊന്ന് ഫോളോ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഈ ഇതുപോലുള്ള യാത്രകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ആപ്റ്റായിട്ടുള്ള ടൈമിൽ നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. KSRTCയുടെ ടൂർ സംബന്ധിച്ച കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കൂടെ കിട്ടും. അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.